നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തോട്ടം തൊഴിലാളികൾക്കു നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കൊടകര സഹൃദയ കോളേജ് ഇനി സ്വയം ഭരണാവകാശമുള്ള സ്ഥാപനം. കോളേജിൽ നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ, തലോർ, ആനന്ദപുരം, ആറാട്ടുപുഴ എന്നീ സ്ഥലങ്ങളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു. ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ സൗഹൃദ സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കായികോത്സവം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. വാർത്തകൾ വിശദമായി. തോട്ടം തൊഴിലാളികൾക്കു നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. മലക്കപ്പാറ മയിലാടുംപാറ ടാറ്റ ടി എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്കും സൂപ്പർവൈസർക്കുമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. തോട്ടം തൊഴിലാളി രാജഗോപാലിന്റെ ഭാര്യ 56 വയസ്സുള്ള രാജകുമാരിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു തൊഴിലാളിയായ 54 വയസ്സുള്ള രാധ, സൂപ്പർവൈസർ കുമാർ എന്നിവർക്കും പരിക്കുണ്ട്. ഇവരെ മലക്കപ്പാറ എസ്റ്റേറ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. തേയിലത്തോട്ടത്തിന് സമീപത്ത് നിലയുറപ്പിച്ചിരുന്ന കാട്ടാനക്കൂട്ടത്തിൽ നിന്നുമെത്തിയ ആനയാണ് ഇവരെ ആക്രമിച്ചത്. തേയില നുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ ഓടിയെത്തിയ കാട്ടാനയെ കണ്ട് തൊഴിലാളികളും ജീവനക്കാരും നാലുപാടും ചിതറിയോടുകയായിരുന്നു. താഴെ വീണ രാജകുമാരിയെ വലതുകൈയുടെ മുതുകിന് അരികിൽ ആന കുത്തുകയായിരുന്നു. ഇതിനിടെ ആളുകൾ ബഹളം വച്ചപ്പോൾ ആന കാട്ടിലേക്ക് തിരിച്ചുപോയി. ഓടുന്നതിനിടയ്ക്കാണ് രാധയ്ക്കും സൂപ്പർവൈസർ കുമാറിനും നിലത്ത് വീണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ രാജകുമാരിയെ എസ്റ്റേറ്റിന്റെ വാഹനത്തിൽ ഉടനെ മലക്കപ്പാറ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കൊടകര സഹൃദയ കോളേജ് ഇനി സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനം. കോളേജിൽ നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി. ഇരിഞ്ഞാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷനും സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് മുഖ്യാതിഥിയുമായി. കോളേജ് മാനേജർ മോൺ വിൽസൺ ഇരത്തറ, ഡയറക്ടർ ഡോക്ടർ ലിയോൺ ഇട്ടിയച്ചൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ആന്റോ ചുങ്കത്ത്, പ്രിൻസിപ്പാൾ ഡോക്ടർ നിക്സൺ കുരുവിള എന്നിവർ സംസാരിച്ചു. അക്കാദമിക് തലത്തിൽ മികവ് പുലർത്തിയ അധ്യാപകരെയും യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ മിഥുൻ മുരളിയെയും IEEER 10 സന്നദ്ധ പ്രവർത്തക പുരസ്കാരം നേടിയ റോബിൻ ഫ്രാൻസിസിനെയും ചടങ്ങിൽ അനുമോദിച്ചു. ജീവിതം സത്യത്തെ കണ്ടെത്താനുള്ള പരീക്ഷണങ്ങളാണ്, യാത്രകളാണ്. അങ്ങനെ വരുമ്പോഴാണ് വിദ്യാഭ്യാസ രംഗത്ത് ഈ സ്ഥാപനത്തിൽ അതിനകത്ത് എഴുതാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എഡ്യൂക്കേഷൻ എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഡിഫറൻസ് എന്നാണ് ഞാനിവിടെ എഴുതി കൊടുത്തത്. ആ ഡിഫറൻസ് നിലനിർത്താൻ സാധിക്കണം, ആ വ്യതിരിക്ത നിലനിർത്താൻ സാധിക്കണം. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കായികോത്സവം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. ബെന്നി ബഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭാധ്യക്ഷൻ AB ജോർജ് അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ പതാക ഉയർത്തി. കായിക താരം അലി പള്ളിക്കുടി മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, നഗരസഭാ ഉപാധ്യക്ഷ ആലിസ് ഷിബു, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MM അനിൽകുമാർ, ദീപു ദിനേഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മായ ശിവദാസൻ, MS സുനിത, PC ബിജു, അമ്പിളി സോമൻ, വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, കൗൺസിലർ ഷിബു വാലപ്പൻ, കായികമേള ജനറൽ കൺവീനർ MM ബിന്ദു, ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ PC സിജി, ചാലക്കുടി BPC CG മുരളീധരൻ, HM ഫോറം കൺവീനർ റാണി ജോൺ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ പ്രതിനിധി MR രതീഷ്, കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോസ് താണിക്കൽ, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക പ്രതിനിധി സിസ്റ്റർ ജോളി റോസ്, പ്രധാനാധ്യാപിക പ്രതിനിധി സിസ്റ്റർ റീന ജോൺ, സ്പോർട്സ് കൺവീനർ MJ ജോജു, അധ്യാപക പ്രതിനിധികളായ സാജു ജോർജ്, രാജ്കുമാർ രഘുനാഥ്, VS ബിന്ദു, KM അനിലാഷ്,
കെ യു ദിലീപ്, ആന്റോ പി തട്ടിൽ, ജാനറ്റ് സ്റ്റീഫൻ, അനധ്യാപക പ്രതിനിധി കെ സനൽ എന്നിവർ പ്രസംഗിച്ചു. കായികമേള 10-ന് സമാപിക്കും. 10-4 സമാപന സമ്മേളനം ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ ഉദ്ഘാടനം ചെയ്യും. നിങ്ങളിൽ നിന്നും നല്ല കായിക താരങ്ങൾ ഉയർന്നവരാണെന്ന് ആശംസിച്ചുകൊണ്ട് ചാലക്കുടി ഇവിടെയുള്ള കേരള സ്കൂൾ കായികോത്സവം ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് വാക്ക് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ സൗഹൃദ സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായി അഡ്വക്കേറ്റ് NR സരിത രക്ഷാധികാരി, ഭരിത പ്രതാപ് പ്രസിഡന്റ്, കൃഷ്ണേന്ദു ശിവദാസ് വൈസ് പ്രസിഡന്റ്, അക്ഷര ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി, ജെസിന ജോൺസൺ ജോയിന്റ് സെക്രട്ടറി, റോസ്മോൾ ഡോണി ട്രഷറർ എന്നിവർ സ്ഥാനമേറ്റു. ചാലക്കുടി നഗരസഭാധ്യക്ഷൻ എബി ജോർജ് മുഖ്യാതിഥിയായിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ബിനിത ദേവസി ഭാരവാഹികൾക്ക് ബാഡ്ജ് സമ്മാനിച്ചു. വിവിധ മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച വനിതകളെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ആദരിച്ചു. മുൻ ഭാരവാഹികളായ ഷാലി മുരിങ്ങൂർ, ശ്രീദേവി കയമ്പത്ത്, റോസ്മോൾ ഡോണി, ആഷിൻ പോൾ, വിൽസൺ മേച്ചേരി, രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, ജിനു മേച്ചേരി എന്നിവർക്ക് പ്രസിഡന്റ് ഭരിത പ്രതാപ് ഉപഹാരം നൽകി. പുതിയ അംഗങ്ങൾക്ക് നഗരസഭ LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷ് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, അമ്പിളി സോമൻ, PC ബിജു, KP ജെയിംസ്, മുൻ പ്രസിഡന്റ് KN വേണു, സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ, രക്ഷാധികാരി NR സരിത, ജനറൽ കൺവീനർ റോസ്മോൾ ഡോണി എന്നിവർ പ്രസംഗിച്ചു. പത്രപ്രവർത്തനത്തെയും മാധ്യമ മേഖലയെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മുടെ ഓരോ മാധ്യമങ്ങളുടെയും പുറകിലുള്ള ഉടമകൾ ആര് എന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ ഇന്ത്യയിൽ ഏറ്റവും വലിയ സമ്പന്നരാണ് സത്യത്തിൽ ഇതെല്ലാം മാധ്യമ മേഖലയെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ആ സമ്പന്നതയുടെ ആ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ നേരത്തെ പറഞ്ഞ പത്ര മുതലാളിയുടെ താല്പര്യത്തെ അടക്കം പ്രതിദാനം ചെയ്യാൻ നമ്മുടെ സാധാരണ പത്രപ്രവർത്തകരടക്കം അവരതിലേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അവരെത്ര പ്രവർത്തന മേഖലയിലെ ഏറ്റവും നാഴികക്കല്ലായ ഒരു തീരുമാനം തന്നെയാണ് ചാലക്കുടി പ്രസ് ഫോറം ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഏറെ അഭിമാനത്തോടെയും നിറഞ്ഞ മനസ്സോടെയും സന്തോഷത്തോടും കൂടി തന്നെയാണ് ഞാൻ വേദിയിൽ നിൽക്കുന്നത്. ചാലക്കുടി പ്രസ് ഫോറം 2017 ആരംഭിക്കുമ്പോൾ ഏതാണ്ട് 10 മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. അന്ന് മെമ്പറായിരുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഒപ്പം തന്നെ ഇന്ന് ഒരു 30 മെമ്പർമാരിലേക്ക് ഈ പ്രസ് ഫോറം ഇന്ന് വളർന്നിരിക്കുന്നു. ഒപ്പം തന്നെ ചാലക്കുടിയിലെ ഓരോ വികസന പ്രവർത്തനങ്ങളും നമ്മൾ എടുത്തു നോക്കുക. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ആമ്പലൂർ, തലൂർ, ആനന്ദപുരം, ആറാട്ടുപുഴ എന്നീ സ്ഥലങ്ങളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറി ശ്രീകാന്ത് ഗുരുപദം, ഭാരതീയ വിചാരകേന്ദ്രം സംസ്ഥാന സമിതി അംഗം സുനിൽ മടവാക്കര എന്നിവർ മുഖ്യ സന്ദേശം നൽകി. അഴകത്തുമനയ്ക്കൽ ഹരീഷ് നമ്പൂതിരി മാതൃപൂജയ്ക്ക് നേതൃത്വം നൽകി. 500-ലധികം വിദ്യാർത്ഥികൾ തങ്ങളുടെ അമ്മമാരുടെ പാദപൂജ ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, മാനേജർ C രാഗേഷ്, പ്രിൻസിപ്പാൾ KR വിജയലക്ഷ്മി, TC തിലകൻ, വിജയൻ മേപ്പുറത്ത് എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ പൂജയ്ക്ക് കാർമ്മികത്വം വഹിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുള്ള ഹരീഷ് നമ്പൂതിരി അവർകൾ, ബാക്കി മുരിങ്ങൂർ ലത്തീൻ പള്ളിക്കു സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാനിടിച്ച് കാൽനട യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. കൊരട്ടി ആറ്റപ്പാടം സ്വദേശിനി 62 വയസ്സുള്ള മേരി ജോസ്, കറുകുറ്റി പൊങ്ങം സ്വദേശിനി 41 വയസ്സുള്ള സീന പോൾ, പാറക്കടവ് സ്വദേശിനി 39 വയസ്സുള്ള ദീപ തോമസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ദേവാലയത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം. പിക്കപ്പ് വാനിന് മുൻപിൽ ഉണ്ടായിരുന്ന കാറ് ബ്രേക്ക് ഇട്ടതോടെയാണ് കാറിന് പുറകിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചതോടെ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാൽനടയാത്രക്കാരെ ഇടിച്ചു വീഴ്ത്തിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. പരിക്കേറ്റവരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ കണ്ടംകുളങ്ങര പാർത്ഥസാരഥി ഹാളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ മാതൃസമിതി വൈസ് പ്രസിഡന്റ് സൗമ്യ വേണു ദീപപ്രോജ്വലനം നടത്തി. കണ്ടംകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് സത്യൻ കുറുവത്ത് അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിലെ സാമൂഹ്യശാസ്ത്രം അധ്യാപിക പ്രീതി സ്വാഗതം പറഞ്ഞു. ശ്രീ ദുർഗാവിലാസം വിദ്യാലയത്തിലെ അധ്യാപകനും മികച്ച വാഗ്മിയുമായ സുരേഷ് ബാബു മാതൃപൂജാ സന്ദേശം നൽകി.
ആചാര്യൻ ബേബി മോൻ മാതൃപൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. മാതൃപൂജയെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ഭജനയും വ്യക്തിഗീതം, നൃത്തം എന്നിവയും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. കുമാരി നന്ദന കൃഷ്ണ കൃതജ്ഞത പറഞ്ഞു. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ രമകൃഷ്ണൻകുട്ടി, മാനേജർ ടി.K. സതീഷ്, വിദ്യാലയ സമിതി എക്സിക്യൂട്ടീവ് അംഗം രഘു പി. മേനോൻ, ക്ഷേമസമിതി പ്രസിഡന്റ് മനോജ് കുമാർ എന്നിവർ വേദിയിൽ സന്നിഹിതരായി. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ദേവസ്വം വക ക്ഷേത്രമായ മോതിരക്കണ്ണി മണ്ണുംപുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷവും ശ്രീ രുദ്രമണ്ഡപ സമർപ്പണവും 11, 12, 13 തീയതികളിലായി നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 11-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സിനിമാ താരം ദേവൻ ശ്രീനിവാസൻ മണ്ഡപത്തിന്റെ സമർപ്പണം നടത്തും. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് തട്ടകത്തെ ഉന്നത വിജയം നേടിയ വ്യക്തികളെ ആദരിക്കും. പരിയാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര റബ്ബർ ബോർഡ് വൈസ് ചെയർമാൻ KA ഉണ്ണികൃഷ്ണൻ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സോമസുന്ദരം, പഞ്ചായത്ത് അംഗം ആനി ജോയ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കും. സത്യസായി സേവാ സംഘം വിദ്യാഭ്യാസ ഇൻചാർജ് സായിറാം ആധ്യാത്മിക പ്രഭാഷണവും ഉണ്ടായിരിക്കും. 12-ാം തീയതി സർഗോത്സവം, തട്ടകത്തെ കലാപ്രതിഭകളുടെ അരങ്ങേറ്റം, വിവിധ കലാപരിപാടികൾ. 13-ാം തീയതി രാവിലെ 8 മണിക്ക് എഴുത്തിനിരുത്തൽ ചടങ്ങിന് തൃപ്പൂണിത്തുറ കോവിലകം അധികാരി മോഹനത്തമ്പുരാൻ കാർമ്മികത്വം വഹിക്കും. 8:30-ക്ക് സോപാന സംഗീത കലാകാരി ആശാ സുരേഷിന്റെ സോപാന സംഗീതാർച്ചനയും ഉണ്ടായിരിക്കും. ക്ഷേത്രം തന്ത്രി രാപ്പണത്ത് മനയിൽ ശ്രീധരൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി കേശവ ശർമ്മ എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ, സെക്രട്ടറി PP സദാനന്ദൻ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ നടുമുറി, രക്ഷാധികാരി ബീന ടീച്ചർ, മാതൃസമിതി പ്രസിഡന്റ് സീന ദേവദാസ് എന്നിവർ പങ്കെടുത്തു. ഒരു അഭിമാനമാണ്. അതിൽ മതത്തിൻ്റെയോ ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ യാതൊരുവിധത്തിലുള്ള ഭാവവ്യത്യാസങ്ങൾ ഞങ്ങൾ അവിടെ കാണുന്നില്ല. എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ ക്ഷേത്രം അവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ നമ്മുടെ തൃപ്പൂണിത്തുറ കോവിലകം വകയാണ് ആ ഭൂമി. 36 ഏക്കർ ഭൂമി ഇപ്പോഴും അവരുടെ. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ. തോട്ടം തൊഴിലാളികൾക്കു നേരെയുണ്ടായ കാട്ടാന ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കൊടകര സഹൃദയ കോളേജ് ഇനി സ്വയം ഭരണാവകാശമുള്ള സ്ഥാപനം. കോളേജിൽ നടന്ന ചടങ്ങിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഇതു സംബന്ധിച്ച പ്രഖ്യാപനം നടത്തി. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ, തലോർ, ആനന്ദപുരം, ആറാട്ടുപുഴ എന്നീ സ്ഥലങ്ങളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു. ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ സൗഹൃദ സദസ്സ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കായികോത്സവം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.